ഹലോ, ഇന്നിപ്പോൾ രാവിലെ ഉണ്ടിപ്പോൾ എനിക്ക് ഒടുക്കത്തെ മടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മടി. ഞാൻ എന്താ പറയുക, എല്ലാം വലിച്ച് വാരി ഇട്ടേക്കാണ് എൻ്റെ അടുക്കള. കാരണം എനിക്ക് മടിയാണ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ബിജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നൊരു ലീവ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചായക്ക് വെച്ചിട്ട് ഞാൻ പോയി എൻ്റെ ഇൻചാർജ് സിസ്റ്ററിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സിസ്റ്റർ ഇന്ന് വരാൻ പറ്റത്തില്ല, മൈഗ്രെയിൻ ആണ്. ഓ, സിസ്റ്റർ ലീവ് അങ്ങ് സാങ്ഷൻ ചെയ്ത് ഹാപ്പിയായി. അങ്ങനെ സന്തോഷത്തോടുകൂടെ ഞാൻ എന്താ പറയുക, മീൻകറി വയ്ക്കാൻ ആരംഭിച്ചു. കിളിമീൻ നല്ല മുളകിട്ട് വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും എന്താ പറയുക, ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈ മീൻകറി വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇന്നിപ്പോൾ കള്ളത്തരം പറഞ്ഞാണെങ്കിലും നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണമല്ലോ. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഉറക്കം, തീറ്റ, ടി വി കാണൽ, ഇതൊക്കെ ആയിരിക്കും എൻ്റെ എന്താ പറയുക ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ബിജുവിന് എന്തായാലും പോകണമല്ലോ. അപ്പോൾ ബിജുവിന് എന്തായാലും ഞാൻ ചോറും മീൻകറി, മീൻ വറുത്തത് ഞാൻ കാണിക്കുന്നില്ല. കാരണം ആസ് യൂഷ്വൽ അടി പിടിച്ച് അതിൻ്റെ ബോഡിയൊക്കെ രണ്ടും രണ്ടായിട്ടുള്ള മീൻ വറുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ ബിജുവിൻ്റെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ്. ചോറ് എനിക്ക് ഇനി ഉച്ചയ്ക്ക് ഞാൻ രണ്ടാമത് വയ്ക്കണം. കാരണം ഇത് ഇച്ചിരി ചോറേ ഉള്ളൂ. ഇത് ഇന്നലത്തെ ചോറിൻ്റെ ബാക്കി. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എനിക്ക് ചോറ് കഴിക്കണമെന്നുണ്ട്. ഇന്നലെ എനിക്ക് ട്രീറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് അധികം ഉണ്ടാക്കി. രാത്രി വരുമ്പോൾ ചോറും മറ്റേ മുള്ളൻ മീൻകറിയും കൂട്ടി കഴിക്കാൻ. പക്ഷെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ബാക്കി ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അത് കളയാൻ പറ്റില്ലല്ലോ. അതങ്ങനെ തന്നെ ചൂടാക്കി പുള്ളിക്കാരനെ ഞാൻ കൊടുത്തു. അങ്ങനെ പുള്ളിക്കാരൻ്റെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് പുള്ളിക്കാരനെ പറഞ്ഞങ്ങ് വിട്ടു ജോലിക്ക്. ഇനി പുള്ളിക്കാരൻ ഒരു വൈകുന്നേരമല്ല, ഒരു രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴേക്കേ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇനി എൻ്റെ സമയമാണ്. ഞാനങ്ങ് ശരിക്കും അറുമാദിക്കുന്ന വേറെ ഒന്നുമല്ല, ഉറങ്ങുക, തിന്നുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ അറുമാദം. വേറെ ഒരു പണിയും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ പുള്ളിക്കാരനെയൊക്കെ ടാറ്റയാക്കി ഞാൻ വാതിലൊക്കെ അങ്ങ് അടച്ചു. സേഫ്റ്റി ആണല്ലോ മുഖ്യം. ഇവിടെ എത്ര സേഫാണെന്ന് പറഞ്ഞാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ ശരി.